അസ്സലാമു അലൈക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോണിനെ കുറിച്ചാണ്. നമ്മൾ ഓൺലൈനിൽ കൂടി പല ആപ്പ് വഴിയും നമ്മൾ ലോൺ എടുക്കാറുണ്ട്. പക്ഷേ കഴിവതും നമ്മൾ ആപ്പ് വഴിയുള്ള ലോണുകളെല്ലാം ഒഴിവാക്കുക. പിന്നെ നമ്മൾ കഴിവതും RBI അംഗീകരിച്ചിട്ടുള്ള ലോണ് മാത്രം എടുക്കുക. അല്ലാത്ത ലോണുകൾ എടുത്താൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ആദ്യം നമുക്ക് ഒരു മാസം കൊണ്ട് തിരിച്ചടക്കണം എന്നുള്ള ലോണാണ് ആദ്യം വരിക. നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക, നമ്മൾക്ക് എത്ര പൈസ കിട്ടും, എങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മളത് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം കൊടുക്കും. അതിനുശേഷം നമുക്ക് കാണുന്നത് ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടും, ആ പൈസ നിങ്ങൾ ഒരു മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്നാണ്. പിന്നെ നമ്മൾ ഓർമ്മിക്കൂല, കാരണം നമ്മൾ വിചാരിക്കും ഒരു മാസം കൊണ്ട് അടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, അത് ആടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ നോക്കുന്നവർ അത് ക്ലിക്കായി കഴിഞ്ഞ് നമുക്ക് ലോണ് നമ്മളെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 3000 രൂപ അക്കൗണ്ടിലേക്ക് നമുക്ക് പാസ്സായിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് വരുന്നത് 1700 രൂപ മാത്രമാണ്, അല്ലെങ്കിൽ 1500. ബാക്കി പൈസയോളം അവർ എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് തിരിച്ചെടുക്കാൻ പറയും. എന്നിട്ട് ഒരാഴ്ച ആവുന്നത്തേക്ക് അതിൻ്റെ മുന്നേ തന്നെ ഒരു 5 ദിവസം കഴിയുന്ന തന്നെ നമുക്ക് പല നമ്പറിൽ നിന്ന് കോൾ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. കഴിവതും നിങ്ങൾ ഈ ആപ്പ് വഴിയുള്ള ലോണുകൾ കഴിവതും ഒഴിവാക്കുക. കാരണം RBI അംഗീകരിക്കാത്ത പല ലോണുകളുമുണ്ട്. അപ്പോൾ നമ്മളെ രേഖകളിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ SMS എല്ലാം നമ്മുടെ രേഖകൾ മൊത്തം അവർക്ക് കിട്ടും. നമ്മുടെ ഫോൺ വഴി നമ്മുടെ മോർഫ്യൂ ചിത്രങ്ങൾക്ക് അവർ പുറത്തിടും. അതുകൊണ്ട് കഴിവതും ഇങ്ങനത്തെ ലോണുകൾ ഒഴിവാക്കിയെടുക്കണം.